നോക്കുമ്പോൾ മയിലേപ്പറമ്പിൽ ആൺവീടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമകളിൽ ഒന്ന്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ഗോഡ് ഫാദർ ഒന്നും മേലേപ്പറമ്പിൽ ആൺവീടും പറയും. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പറയാൻ പറഞ്ഞാൽ കേളിയില്ല നാരായണൻകുട്ടി അതെ ക്യൂട്ടാണ്. ജയറാമേട്ടൻ്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള 2 കഥാപാത്രങ്ങൾ. ഒന്ന് രാധാമാധവത്തിലെ ഹരിയായിട്ട് വരുന്ന ചിറ്റയുടെ ഹരി എന്ന് വിളിക്കുന്ന സ്വീറ്റായിട്ടുള്ള ലോകദാസിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. ആ ക്യാരക്ടേഴ്സിൻ്റെ ക്യൂട്ട്നെസ്സിൽ നിന്ന് വേറെ മാറിയിട്ട് ഡിഫറെൻറ്റ് ലുക്കിൽ എപ്പോഴും നമുക്ക് കാണാൻ ഇഷ്ടമാണല്ലോ. ഇതിനകത്തൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. നരച്ച താടിയൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ബുദ്ധിയും പ്രകടിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ കഥ പോകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും കഥ പോവുക. ഞാനതിൻ്റെ കൂടുതൽ വെളിപ്പെടുത്താത്തത് അതിൻ്റെ ഒരു ത്രില്ലർ സിനിമയായതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിപ്പോൾ ഞാൻ അതിൻ്റെ സസ്പെൻസ് വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ രൂപം ഞാനായിട്ട് തന്നെ എൻ്റെ മനസ്സിലൊരു എബ്രഹാം ഓസ്ലർ രൂപപ്പെടുത്തി ഞാൻ ഉണ്ടാക്കിയ രൂപമാണ്. ഇത് 100% ഓക്കെ ആണെന്ന് മിഥുൻ പറയുകയും ചെയ്തു. പിന്നെ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിഥുൻ്റെ അടുത്ത് പറഞ്ഞു, മിഥുൻ ആദ്യത്തെ സിനിമയ്ക്ക് അപരന് പത്മരാജ സാറിന് മുമ്പിൽ ആദ്യത്തെ ദിവസം പോയിരിക്കുന്ന പോലെയാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഓരോ എനിക്കൊന്ന് പറഞ്ഞു തരണേ സത്യമായിട്ടും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ഒരു 90% ഓക്കെയാണ്. ബാക്കി കണ്ണിങ്ങോട്ട് പിടിച്ചോളൂ, ആ കണ്ണ് അത് വേണ്ട, ഇങ്ങനെ നടന്നോളൂ, ഇങ്ങനെ ചെയ്തോളൂ. സെക്കൻഡ് ഡേ തൊട്ട് എല്ലാം ഓക്കെ ആണെന്നോളൂ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ വന്നപ്പോൾ നല്ല തടിയായിരുന്നു. സെക്കൻഡ് ഷെഡ്യൂളിൽ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് ജയറാമേട്ടൻ്റെ എത്ര കിലോമീറ്റർ കുറഞ്ഞത് അമ്മ ഒരു ഞെട്ടിച്ച് കളഞ്ഞത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സെന്തിലിനെ സാധാരണഗതിയിൽ രാജീവ് റോയ് സ്കൂൾ സിനിമകളിലെല്ലാം ഉണ്ട്, തുറമുഖത്തിലുണ്ട്, കുറ്റവും ശിക്ഷയിലുണ്ട്. ആ സിനിമകളുടെ ഭാഗമാവുന്നത് ഒരു ഭാഗ്യമാണ്. പക്ഷെ കുറ്റവും ശിക്ഷയും ഈ പറയുന്നത് പോലെ കമേഴ്സ്യലി സക്സസ് ആയിട്ടില്ല. തുറമുഖവും ഈ പറയുന്ന റിലീസ് ഒക്കെ സമയത്തൊക്കെ 19ാം നൂറ്റാണ്ടിൽ പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ത്രൂ ഔട്ട് പോലീസ് ക്യാരക്ടർ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പോലീസ് ക്യാരക്ടർ എത്രത്തോളം വ്യത്യസ്തമാണ്? ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ PSC പോലീസ് ലിസ്റ്റിലുണ്ടായിരുന്നു, കോൺസ്റ്റബിൾ ലിസ്റ്റിൽ ഫിസിക്കൽ ടെസ്റ്റ് വരെ പാസ്സായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നിലൊരു പോലീസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നെ വിളിക്കുന്നത്, ഈ സിനിമയ്ക്കകത്ത് വിളിക്കുന്നത് പ്രിൻസ് എന്ന് പറയുന്ന ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസാണ്. മിഥുൻ ചേട്ടൻ പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ മിഥുൻ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടാ ഒരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത്, മിഥുൻ ചേട്ടൻ്റെ പടത്തിൽ ഒരു പോലീസ് ക്യാരക്ടറാണ്, ഒരു ചെറിയ ക്യാരക്ടറാണ്, ചേട്ടൻ ചെയ്യുമോ, ഒന്ന് സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി എടുത്തു. ഭയങ്കര ത്രില്ലിംഗ് ആയി. ഫുൾ ഒറ്റ സ്ട്രെച്ചിന് തന്നെ എല്ലാം വായിച്ച് തീർത്തിട്ട് ഞാൻ പ്രിൻസിനെ വിളിച്ചിട്ട്, ഇതാണ് നീ പറഞ്ഞ ചെറിയ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റായി. സിജോ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഓസ്റ്ററിന്റെ കൂടെ ത്രൂ ഔട്ടുണ്ട്. എന്നാൽ ഒരു സാധാരണ കൂടെ നിൽക്കുന്ന പോലീസല്ല, ഒരു ക്യാരക്ടറുള്ള, ഇടപെടുന്ന ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു വന്ന ഇമോഷൻസ് ഉള്ള ഇതൊരു ഇമോഷണൽ ഡ്രാമ കൂടിയാണ് ഈ പടം. അപ്പോൾ അങ്ങനെ ബാക്കി നമ്മൾ പറയുന്നില്ല. ഡയറക്ടറും പറഞ്ഞിട്ടുണ്ട് ത്രൂ ഔട്ട് കൂടെ നിൽക്കുന്ന പോലീസാണെന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞില്ലേ. പണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ബാസി സാറായിരിക്കുമല്ലോ പോലീസായിട്ട് ത്രൂ ഔട്ട്, കോൺസ്റ്റബിൾ ആയിട്ടുള്ള ത്രൂ ഔട്ട് കൂടെ ഉണ്ടാവും. പക്ഷേ നെസസറി പല വേഷത്തിൽ വരും. പല വേഷത്തിൽ വന്ന് ഒരു ചെറിയ മീശയൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു ഉണ്ണി ഉണ്ടാവും. അതെ പലർക്കും മാറിപ്പോയി ലാസ്റ്റ് വേദി എൻ്റെ ആ കൊള്ള സംഘത്തിലേക്ക് വരില്ലേ, ആ ഫൈറ്റ് കഴിയുമ്പോഴാണ് സാർ മീശ എടുക്കുള്ളൂ. മീശയുടെ എടുത്ത വഴിക്ക് ഓരോരുത്തരും പല കാര്യം പറയും, അയ്യോ ഇത് നമ്മുടെ നമ്പീശനല്ലേ, അല്ല ഇത് നമ്മുടെ മറ്റേ ആളല്ലേ, ഇത് നമ്മുടെ ഇയാളല്ലേ. ഞാൻ നമ്പീശനുമല്ല ഉണ്ണിയുമല്ല, ഈ കേസ് തെളിയിക്കാൻ സെൻട്രൽ ബോർഡ് നിയോഗിച്ച CID ഓഫീസർ മിസ്റ്റർ രാജനാണെന്ന് പറയും. അപ്പോൾ സൈഡിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയ്ക്ക്. ഇതുപോലെ സെറ്റിൽ ഫുള്ള് കോമഡിയുടെ ബഹളം.